നമസ്കാരം. സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാറുണ്ടല്ലേ? പക്ഷേ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും കോടതികൾ മാത്രമല്ല. അതിനു പുറത്ത് നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വലിയ നീതിന്യായ ലോകമുണ്ട്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിലെ ചില ഞെട്ടിക്കുന്ന പിഴവുകളെക്കുറിച്ചാണ്. ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ എന്തു തോന്നും? ഒരു കോടതിക്ക് വേണ്ട അത്രയും തെളിവില്ലാതെ തന്നെ ഒരു സർക്കാർ സ്ഥാപനത്തിന് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുമോ? കേൾക്കുമ്പോൾ എന്തോ പന്തികേടില്ലേ? പക്ഷേ ഇതാണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തിന്റെ ഒരു വശം. നമുക്കിതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഈ സങ്കീർണമായ വിഷയത്തെ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇന്ത്യയിലെ ഈ സമാന്തര നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് നോക്കും. പിന്നെ അതിലെ പ്രശ്നങ്ങളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് ഈ തെളിവില്ലായ്മ നിയമം എങ്ങനെയാണ് പല തീരുമാനങ്ങളെയും പക്ഷപാതപരമാക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും. അവസാനം ഇതിനെല്ലാം എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നും നമുക്ക് നോക്കാം. നമ്മൾ കരുതുന്ന പോലെ ഇന്ത്യയിൽ കോടതികൾ മാത്രമല്ല നീതി നടപ്പാക്കുന്നത്. സർക്കാർ വകുപ്പുകളും മറ്റു പല സ്ഥാപനങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയാണ് ഓരോ ദിവസവും സ്വാധീനിക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ ആ മറ്റേ നീതിന്യായ വ്യവസ്ഥ. നമുക്കതിനെക്കുറിച്ചുകൂടി അടുത്തറിയാം. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കൂണുകൾ മുളച്ചു പൊന്തുന്നതുപോലെയാണ് ഇന്ത്യയിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങൾ പെരുകിയത്. ഉപഭോക്തൃ കമ്മീഷണറുകൾ, ലാൻഡ് ട്രൈബ്യൂണലുകൾ, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്ര സ്ഥാപനങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷേ ഇത്രയധികം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യവസ്ഥയ്ക്ക് ഒരു വ്യക്തമായ ഘടനയുണ്ടോ? അതാണ് ശരിക്കുമുള്ള ചോദ്യം. ഇതൊരുമാതിരി കയ്യിൽ ഭൂപടമില്ലാതെ ഒരു വലിയ കാട്ടിലകപ്പെട്ട പോലെയാണ്. കാരണം ഇതിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ അത്രയധികം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇപ്പോ അമേരിക്കയിലോ യുകെയിലോ ഒക്കെ ഇത്തരം ഭരണപരമായ നടപടിക്രമങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങളുണ്ട്. ഒരു റൂൾ ബുക്ക്, അത്രയുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. ഇവിടെ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ നിയമങ്ങളും രീതികളുമാണ്. ഇത് സാധാരണക്കാരെ ശരിക്കും കുഴപ്പത്തിലാക്കുന്നു. ഇനി അപ്പീലുകളുടെ കാര്യം നോക്കിയാലോ? അവിടെയും ഒരു സ്ഥിരതയുമില്ല. ഒരു മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ നമുക്ക് ഹൈക്കോടതിയിൽ പോകാം. പക്ഷേ ദേശീയ ഉപഭോക്തൃ കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ പോകേണ്ടത് സുപ്രീം കോടതിയിലാണ്. അതിലും രസമെന്താണെന്ന് വെച്ചാൽ ലാൻഡ് അക്വിസിഷൻ കളക്ടറുടെ ചില തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ കൊടുക്കാനേ പറ്റില്ല. അത് ഫൈനലാണ്. ഇത് ശരിക്കും നീതിനിഷേധം തന്നെയല്ലേ? അപ്പോ എങ്ങനെയാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്? പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഈ സുതാര്യതയില്ലായ്മയാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അദൃശ്യം, അതാണ് വാക്ക്. സാധാരണ കോടതി നടപടികളൊക്കെ പരസ്യമായിട്ടായിരിക്കും നടക്കുക. പക്ഷേ പല അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളും പൊതുജനങ്ങളുടെ മുന്നിൽ എത്തുന്നേയില്ല. അതുകൊണ്ടുതന്നെ കോടതികളിൽ കാണുന്ന ആ ഒരു സുതാര്യത ഇവിടെ പലപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പ്രവചനാതീതം. കോടതികൾ സാധാരണയായി മുൻകാല വിധികൾ പിന്തുടരുന്നതുകൊണ്ട് സമാനമായ കേസുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ഈ കീഴ്വഴക്കം പാലിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് ഒരേപോലെയുള്ള രണ്ട് കേസുകളിൽ ഒരേ ഉദ്യോഗസ്ഥൻ രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്തേക്കാം. ഇത് മൊത്തത്തിൽ ഒരു പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഇനി അടുത്ത പ്രശ്നം, അജ്ഞാതത്വം. പല അച്ചടക്ക നടപടികളിലും കേസ് കേൾക്കുന്നത് ഒരാളായിരിക്കും, പക്ഷെ അന്തിമ തീരുമാനമെടുക്കുന്നത് മറ്റൊരാളും. ഒന്നാലോചിച്ചു നോക്കൂ. തെളിവുകൾ നേരിട്ട് കേൾക്കുകയോ സാക്ഷികളെ കാണുകയോ ചെയ്യാത്ത ഒരാളാണ് നിങ്ങളുടെ വിധി എഴുതുന്നത്. ഇത് സ്വാഭാവിക നീതിയുടെ ഒരു ലംഘനം തന്നെയല്ലേ? അമേരിക്കൻ നിയമപ്രകാരം പ്രോസിക്യൂട്ടറും വിധികർത്താവും രണ്ടും രണ്ടാണ്. എന്നാൽ ഇന്ത്യയിലോ? ചിലപ്പോ പരാതി കൊടുക്കുന്ന അതേ വകുപ്പ് തന്നെയായിരിക്കും അതിൽ വിധി പറയുന്നതും. ഇത് സ്വന്തം കേസിൽ സ്വയം വിധി പറയുന്നത് പോലെയാണ്. ഇത് വലിയൊരു താൽപ്പര്യങ്ങളുടെ സംഘട്ടനത്തിന് വഴിവെക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സിസ്റ്റത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. തെളിവില്ലായ്മ നിയമം. കേൾക്കുമ്പോൾ തന്നെ ഒരത്ഭുതം തോന്നുന്നില്ലേ? ചിലപ്പോൾ കാര്യമായ ഒരു തെളിവുമില്ലാതെ തന്നെ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ തെളിവില്ലായ്മ നിയമം? ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കാൻ എന്തെങ്കിലും ചെറിയൊരു തെളിവ്, സം എവിഡൻസ് എന്ന് പറയും, അതുണ്ടെങ്കിൽ ആ തീരുമാനം ശരിയാണ്. കോടതിയിൽ ആവശ്യപ്പെടുന്നതുപോലെയുള്ള ഖനിഷ്യമായ തെളിവുകളൊന്നും ഇവിടെ വേണ്ട. വെറും ന്യായമായ സാമാന്യബുദ്ധി ഉപയോഗിച്ചാണ് ഇത് വിലയിരുത്തുന്നത്. ഇതിനൊരു ക്ലാസിക് ഉദാഹരണമാണ് 1977 രത്തൻ സിംഗിന്റെ കേസ്. ഒരു വിജിലൻസ് റെയ്ഡിൽ 11 ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി. അതിന്റെ പേരിൽ ബസ് കണ്ടക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു.
ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ കോടതിയിലാണെങ്കിൽ നിർണായകമാകുമായിരുന്ന ആ 11 യാത്രക്കാരെയും സാക്ഷി പറയാൻ വിളിച്ചില്ല, അവരുടെ മൊഴി രേഖപ്പെടുത്തിയതുമില്ല. അവസാനം കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അവരൊരു ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ, അതോ ഒരു തെളിവും ഇല്ലായിരുന്നോ? ആ വിജിലൻസ് റെയ്ഡിന്റെ റിപ്പോർട്ട് എന്ന കടലാസ് കഷ്ണം ചില തെളിവായി കണക്കാക്കി. യാത്രക്കാരുടെ മൊഴി പോലും ഇല്ലാതെ ആ കണ്ടക്ടറുടെ പിരിച്ചുവിടൽ ശരിവെച്ചു. ഇതാണ് തെളിവില്ലായ്മ നിയമത്തിന്റെ ഒരു ഭീകരമായ വശം. അപ്പോ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? അല്ലേയല്ല. ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലെ നിയമം നോക്കൂ. അവിടെ ഇപ്പോ മതിയായ അല്ലെങ്കിൽ ഗണ്യമായ തെളിവുകൾ വേണം. അത് ഇന്ത്യയിലെ ഈ ചില തെളിവ് എന്നതിനേക്കാൾ എത്രയോ ഉയർന്ന ഒരു നിലവാരമാണ്. സ്വാഭാവികമായും ഈ വ്യവസ്ഥയിൽ പക്ഷപാതപരമായ തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊരു നിരപ്പല്ലാത്ത കളിസ്ഥലം പോലെയാണ്. ഒരു ഭാഗത്തേക്ക് എപ്പോഴും ചരിഞ്ഞു നിൽക്കുന്ന ഒരു മൈതാനത്ത് കളിക്കുന്നത് പോലെ. ഇത് എങ്ങനെയാണ് നീതിരഹിതമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. പലതരത്തിലുള്ള പക്ഷപാതങ്ങൾ ഇവിടെ വരാം. ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റൽ ബയാസ്, അതായത് ഒരു നടപടിക്ക് തുടക്കമിട്ടയാൾ തന്നെ അതിലെ എതിർപ്പുകളും കേൾക്കുമ്പോൾ അവിടെ ഒരു ചായ്വ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരൊറ്റ ഫോൺ കോൾ മതിയാകും ഒരു തീരുമാനത്തെ മാറ്റിമറിക്കാൻ. അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നയാൾ രഹസ്യമായി മറ്റൊരാളോട് ഉപദേശം തേടുന്നത് മറ്റേ കക്ഷിക്ക് ദോഷകരമാകാം. ഇതൊന്നുമല്ലാതെ കുറ്റം സമ്മതിക്കാൻ ഒരു മേലധികാരി സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അപ്പോ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെന്താണൊരു പരിഹാരം? ഈ പിഴവുകളൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടി നീതിയുക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ? സാധ്യമായ ചില പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രധാന പരിഹാരം ഇതാണ്: 2 തട്ടിലുള്ള ഒരു അപ്പീൽ സംവിധാനം. അതായത് കേസിലെ വസ്തുതകളെക്കുറിച്ചുള്ള അപ്പീൽ ഉയർന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി തന്നെ കേൾക്കുക. എന്നാൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അപ്പീൽ ഒരു കോടതി കേൾക്കുക. ഇത് കൂടുതൽ യുക്തിസഹവും നീതിയുക്തവുമാണ്. അപ്പോ ഇന്ത്യയുടെ ഭരണപരമായ നീതിന്യായ വ്യവസ്ഥയിലെ ചില പ്രധാന പ്രശ്നങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. സുതാര്യതയില്ലായ്മ, പ്രവചിക്കാൻ പറ്റാത്ത തീരുമാനങ്ങൾ, കുറഞ്ഞ തെളിവ് മതിയെന്ന നിയമം, പിന്നെ പക്ഷപാതത്തിനുള്ള സാധ്യതകൾ. ഇതെല്ലാം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവസാനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഒരു ചോദ്യം: കാര്യക്ഷമതയാണോ നീതിയാണോ കൂടുതൽ പ്രധാനം? ഇന്ത്യയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഇവ രണ്ടും തമ്മിലുള്ള ബാലൻസ് ശരിയാക്കുന്നുണ്ടോ? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്.